ഇന്നൊരു അടിപൊളി ഗുലാബ് ജാമുൻ ക്രീം ചീസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നോ ബേക്ക് കേക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 7 കുക്കീസാണ് എടുത്തിട്ടുള്ളത്. 7 മുതൽ 10 കുക്കീസ് വരെ എടുക്കാം. ഇഷ്ടമുള്ള ഏത് കുക്കീസും എടുക്കാം. ഇതിനി ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട. കുറച്ച് തരിയൊക്കെ കിടന്നാലും ഒരു കുഴപ്പമില്ല. ഇനി ഒരു പാൻ വെച്ച് ബട്ടർ മെൽറ്റാക്കി എടുക്കണം. ഇതൊരു 30 ഗ്രാം ബട്ടറുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. കളറൊന്നും മാറരുത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊടിച്ച കുക്കീസിലേക്ക് ഈ മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1/4 കപ്പിന് അടുത്തുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കീസും ബട്ടറും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടിന്നിലാണോ ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത് അതെടുക്കുക. അതിലേക്ക് ഈ കുക്കീസ് ആൻഡ് ബട്ടറിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചീസ് കേക്കിൻ്റെ ബേസാണ് ഈ കുക്കീസ് ആൻഡ് ബട്ടറിൻ്റെ മിക്സ്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ലെവലാക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ക്രീം ചീസിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 3/4 കപ്പ് ക്രീം ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസാണ്. ഹോം മെയ്ഡ് ക്രീം ചീസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഹങ് കേർഡാണ് ചേർക്കുന്നത്. ഹങ് കേർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ തൈര് ഒരു ക്ലീൻ ആയിട്ടുള്ള തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ കുറച്ച് നേരം ഒഴിച്ച് വെക്കുക. അതിനുശേഷം അരിപ്പയിൽ വെള്ളം വാർന്നതിന് ശേഷം കിട്ടില്ലേ, അതാണ് ഹങ് കേർഡ്. ഇത് കുറച്ച് പുളിയുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്ക് ചേർക്കാം. അതാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹാൻഡ് മിക്സർ തന്നെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. വിസ്കോ അല്ലെങ്കിൽ ഒരു തടിയുടെ തവി കൊണ്ടാണെങ്കിലും ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. അതുവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ക്രൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റായി. അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് ആണ്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ് മിക്സിയിലിട്ടിട്ട്. ഇതൊരു പാനിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എങ്കിലും ഒരു 6-7 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചൈന ഗ്രാസ്, പക്ഷേ ഇത് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടില്ല. നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ചൈന ഗ്രാസ് നന്നായിട്ട് അലിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടെ തന്നെ നമ്മുടെ ക്രീം ചീസിൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യരുത്, കാരണം ചൈന ഗ്രാസ് അല്ലേ കട്ടയായി പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൈന ഗ്രാസിന് പകരം ജലറ്റിനോ അല്ലെങ്കിൽ അഗർ ആണെങ്കിലും ചേർക്കാം. ഏതാണെങ്കിലും ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ ഒന്ന് അലിയിച്ചതിന് ശേഷം ചേർക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബേസ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡാണ്. ഇതിൻ്റെ സിറപ്പ് ഞാൻ മാറ്റി വെച്ചതാണ്. ഇനി ആ കുക്കീസ് ആൻഡ് ബട്ടറിൻ്റെ ആ ബേസിലേക്ക് ഓരോ ഗുലാബ് ജാമുനായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം പാൽപ്പൊടി കൊണ്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ ബ്രെഡ് ഗുലാബ് ജാമുനോ ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ചീസിൻ്റെ ആ മിക്സ് ഒന്നിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 10-20 തവണ നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടാപ്പ് ചെയ്താൽ മാത്രമേ ഇത് താഴേക്ക് ഇറങ്ങി പോകത്തുള്ളൂ. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് സെറ്റായി പോകും. അതുകൊണ്ട് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ആ മേളുവശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാലറ്റ് നൈഫ് കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് മേളുവശം നന്നായിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ശേഷം ഇതൊരു 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇപ്പം ഞാൻ ഏതായാലും ഒരു 3 മണിക്കൂറാണ് വെക്കുന്നത്.
ഇപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു 15 മിനിറ്റ് മുമ്പേ പുറത്തെടുത്ത് വെച്ചായിരുന്നു. ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്യും. സാവധാനം ഇതൊന്ന് മേലിലേക്ക് പൊക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഗുലാബ് ജാമുൻ വെച്ചതൊക്കെ കാണാം. അതുപോലെ തന്നെ നന്നായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് ആ ക്രീം ചീസിൻ്റെ മിക്സൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്യണമെന്ന്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൊണ്ട് മേൽവശം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും ഒരു നിർബന്ധമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇനി കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് മേളിൽ കൂടെ ഒന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അടിപൊളി ഗുലാബ് ജാമുൻ ക്രീം ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.